ഇതിൽ പല ആ, ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതിന് പ്രദർശനാനുമതി നിഷേധിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ബാറ്റർഷിപ്പ് പൊടംകിൻ ഉദാഹരണം പറഞ്ഞാൽ ബാറ്റർഷിപ്പ് പൊടംകിന് അതിൽ പിന്നെ സോലനാസിൻ്റെ പടം, ഇതൊക്കെ സിനിമയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സിനിമകളാണ്. ഇത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്, വേറൊന്നുമല്ല. ബാറ്റർഷിപ്പ് പൊടംകിന് അത് ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്. അവർ ഓഫ് ദി ഫർണസസ് സോലനാസിൻ്റെ പടമാണ്. അതൊരു വൺ ഓഫ് ദി ഗ്രേറ്റ് ഫിലിംസിൽ പെടുന്ന പടങ്ങളാണ് ഇതൊക്കെ. ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ആരോ ഇരുന്നിട്ടാണ് ഇത് കാണിക്കാൻ അനുവാദം തരാതിരിക്കുന്നത്. അത് വേണ്ടപ്പെട്ടവരെ കൃത്യമായിട്ടും ഇത് ഇതിനെപ്പറ്റി പുനഃപരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഈ 19 സിനിമ പ്രത്യേകിച്ച് വളരെ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള പടങ്ങളാണിത്. ഒരു 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 സർട്ടൺ ലെവലിലെ ഒരു ക്യൂറേറ്റർ, വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു ക്യൂറേറ്റർ സെലക്ട് ചെയ്ത് ഇവിടെ വന്നിട്ട് നമ്മുടെ ഫിലിം മേക്കേഴ്സ് ഉൾപ്പെടെ ഉള്ള സെലക്ഷൻ ജൂറി തിരഞ്ഞെടുത്ത പടങ്ങളാണ് ഈ കാണിക്കുന്നത്. അവയിൽ പലതും പല ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ കാണിക്കുകയും അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള പടങ്ങളാണ്. അത് പലരുടെയും പേഴ്സണൽ കളക്ഷനിലുള്ള പടങ്ങളാണ്. എൻ്റെ തന്നെ പല പല പടങ്ങളുമുണ്ട്. ഇത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അറിവുകേട് കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ അറിവുള്ളവർ വേണം ഇരുന്നിട്ട് ഇതൊക്കെ തീരുമാനിക്കാനായിട്ട്. കാരണം സിനിമയെ പറ്റി അറിയണം, ലോകത്ത് എന്താണ് നടക്കുന്നുള്ള കാര്യങ്ങളെപ്പറ്റി അറിയണം. അതില്ലാതെ ഇരുന്ന് സിനിമയുടെ ടൈറ്റിൽ നോക്കിയിട്ട്, ഉദാഹരണം പറഞ്ഞാൽ ഒരു ടൈറ്റിൽ ഞാൻ നോക്കി, ബീഫ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലുണ്ട്. അതിൻ്റെ അർത്ഥം പിന്നെ പശുവിൻ്റെ ഇറച്ചി എല്ലാവരും കഴിക്കണമെന്നല്ല. അതിൻ്റെ അർത്ഥം അതല്ല. അത് ബീഫെന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. അതിൽ പശുവിൻ്റെ ഇറച്ചിയെ പറ്റി അല്ല അത്. അതിങ്ങനെ ടൈറ്റിൽ കണ്ടിട്ട് ഇങ്ങനെ വരളേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു അറിവുകേട് കൊണ്ടാണ്, ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഈ പടങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന് പ്രദർശനാനുമതി നിഷേധിച്ചിട്ടുള്ളത്. കാരണം ഈ എക്സംഷൻ വേണം, സെൻസറിൽ നിന്നുള്ള എക്സംഷൻ ഉണ്ടെങ്കിൽ ഈ ഫെസ്റ്റിവൽ പടങ്ങൾ കാണിക്കാൻ പറ്റൂ. അപ്പോൾ അത് അങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ക്ലാസിക്കലായിട്ടുള്ള പടങ്ങൾ പോലും നമ്മൾ കൊണ്ടുവന്നിട്ട് സെൻസർ ചെയ്തിട്ട് കാണിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ സിനിമ പഠിച്ച പുസ്തകങ്ങൾ, പിന്നെ ഫിലിമുകളുണ്ട്, ഇത് കണ്ട് അനലൈസ് ചെയ്ത് പഠിച്ചിട്ടുള്ള പടങ്ങളാണ്. ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആളുകൾ ഇരുന്നിട്ടാണ് ഇത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കതിൽ പ്രതിഷേധമുണ്ട്. നമ്മൾ അതേസമയം അറിയാവുന്ന ആളുകൾ ഇരുന്ന് പരിശോധിച്ച് എത്രയും വേഗം ഇതിന് പ്രദർശനാനുമതി തരണം